Hello students, welcome to our new and last topic of our first chapter. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണല്ലേ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ, VIMP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു പരീക്ഷ ഉണ്ടാവില്ല. നിങ്ങളുടെ ഓണപ്പരീക്ഷ ആവട്ടെ, യൂണിറ്റ് ടെസ്റ്റ് ആവട്ടെ, ഫൈനൽ എക്സാം ആവട്ടെ, എല്ലായിടവും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഒരു ക്വസ്റ്റ്യനോ രണ്ട് ക്വസ്റ്റ്യനോ എന്തായാലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അതേപടി പഠിച്ച് വെക്കുക. നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് തന്നെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ +1 പഠിക്കുന്ന കുട്ടികളല്ലേ, അതുപോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലല്ലോ. നമുക്ക് ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ലെവലിൽ നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. പോയിൻ്റായിട്ട് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് നിങ്ങൾ സെൻറ്റൻസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എബിലിറ്റിയാണ്. നിങ്ങളത് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോയിൻ്റ് എഴുതി വെച്ചാലും മതി, നിങ്ങൾക്ക് മാർക്ക് തരും. അതിലൊന്നും മാർക്ക് കുറയ്ക്കാനൊന്നും ആർക്കും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് നോക്കിക്കോളൂ. കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സും ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ഒരുപാട് ഡിവൈസസ്, ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടിയാണ് അല്ലേ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്നത് ഫോണാണ്. പിന്നെ പഠിക്കാനായിട്ട് TV ഉപയോഗിക്കുന്നത്, അതുപോലെ എന്താണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ വീട്ടിൽ വാഷിംഗ് മെഷീൻ, അതുപോലെ എന്താണ് അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. ഇതൊക്കെ എന്താണ്, ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പാർട്ടാക്കി മാറിയിരിക്കുകയാണ്. ബട്ട് യൂസിങ് ദീസ് ടു മച്ച് ക്രിയേറ്റ് ടു പ്രോബ്ലംസ്. അപ്പോൾ എന്താണ്, ഇത് ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എന്തൊക്കെയാണ് ആ രണ്ട് പ്രശ്നങ്ങൾ? ഹാം ടു ദ എൻവയോൺമെൻറ്റ്. ഇതെന്തിന് ഹാമാണ്, നമ്മുടെ എൻവയോൺമെൻറ്റിന് വളരെ ദോഷകരമാണ്. ആൻഡ് വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എത്രത്തോളം ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ടോ അത് അത്രത്തോളം എന്താണ് ഈ വേസ്റ്റിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ വരവ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഹെൽപ്പ് അസ് പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങും അതുപോലെ എന്താണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കും അതൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ആദ്യം തന്നെ what is green computing? Green computing means using computers and other devices in an environmental friendly and energy saving way. അപ്പോൾ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സും അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ എന്താണ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ഉപയോഗിക്കുകയും അതുപോലെ എനർജി സേവിങ് രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന മെത്തേഡിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ദ ഗോൾ ഈസ് ടു റെഡ്യൂസ് ദ ബാഡ് എഫക്റ്റ് ഓഫ് ദ ടെക്നോളജി ഓൺ നേച്ചർ. എന്ന് വെച്ചാൽ ഈ ഒരു ടെക്നോളജി നമ്മുടെ നേച്ചറിന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റിന് അതൊരു ഹാമായിട്ട് മാറാൻ പാടില്ല. വി മസ്റ്റ് യൂസ് കമ്പ്യൂട്ടേഴ്സ് റെസ്പോൺസിബിലി ടു സപ്പോർട്ട് എ ബെറ്റർ ആൻഡ് ക്ലീനർ ഫ്യൂച്ചർ. അപ്പോഴെന്താണ്, വി മസ്റ്റ് യൂസ് കമ്പ്യൂട്ടേഴ്സ് റെസ്പോൺസിബിലി. നമ്മൾ എന്താണ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി വേണം എന്ത് ഉപയോഗിക്കാനായിട്ട്, കമ്പ്യൂട്ടേഴ്സും അതർ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട്. ഇതെന്താണ്, നമ്മുടെ ഫ്യൂച്ചറിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഇലക്ട്രോണിക് ഡിവൈസും ഉപയോഗിക്കേണ്ടത്. ബെനഫിറ്റ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്: സേവ് എനർജി ആൻഡ് റെഡ്യൂസ് ഇലക്ട്രിസിറ്റി കോസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജി സേവ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. റെഡ്യൂസ് പൊല്യൂഷൻ ആൻഡ് പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ്. നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാം, മാലിന്യം കുറയ്ക്കാൻ പറ്റും, അതുപോലെ എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കാൻ പറ്റും. കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് സേവ് ഡിസ്പോസൽ കോസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, വേസ്റ്റ് കുറയ്ക്കുക, ഇലക്ട്രോണിക് വേസ്റ്റ് കുമിഞ്ഞു കൂടുന്നത് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ഡിസ്പോസൽ കോസ്റ്റ്. ഈ ഇലക്ട്രോണിക് വേസ്റ്റൊക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യണ്ടേ, അതിന് ഒരുപാട് എക്സ്പെൻസ് ആവും. ആ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതുപോലെ പ്രൊമോട്ട് ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി സുസ്ഥിര വികസനം എന്ന് നമ്മൾ പറയില്ല, സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ എന്താണ്, ഫ്യൂച്ചർ ജനറേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്താണ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് സഹായിക്കും. ഇതാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയുള്ളൂ, കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. എന്തൊക്കെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ. എനർജി എഫിഷ്യൻസി,
അടുത്തത് എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ, വേസ്റ്റ് റിഡക്ഷൻ, റെസ്പോൺസിബിൾ ഡിസ്പോസൽ. ഒന്നാമത്തത് എനർജി എഫിഷ്യൻസിയാണ്. യൂസ് ലെസ് പവർ. നമുക്കറിയാം ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പവർ കുറച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലെ ഇലക്ട്രിസിറ്റിയൊക്കെ കുറച്ച് ഉപയോഗമേ വരുന്നുള്ളൂ. യൂസ് എനർജി സേവിങ് ഡിവൈസസ്. നമുക്ക് ഒരുപാട് എനർജി സേവ് ആക്കുന്ന ഡിവൈസസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ടേൺ ഓഫ് കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് കമ്പ്യൂട്ടറൊക്കെ ഓഫ് ചെയ്തെടുക്കുക. മറ്റ് ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്തിടാൻ പറ്റും, അല്ലെ ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ടൂടെ. നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴേക്കും ഫാനും അങ്ങിട്ടിട്ടല്ലേ ഇറങ്ങി പോകുന്നത്, പക്ഷെ ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുമല്ലേ, അങ്ങനെ മറക്കരുത് എന്നാണ് പറയുന്നത്. എല്ലാം കറക്റ്റ് സമയത്തിന് ടേൺ ഓഫ് ചെയ്യുക. അടുത്തത് എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ, യൂസ് റീസൈക്ലബിൾ ആൻഡ് ബയോഗ്രേഡബിൾ മെറ്റീരിയൽ. എന്ന് വെച്ചാൽ എന്താണ്, ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ എന്താണ്, ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ഡിവൈസസിൽ. അതുപോലെ പിന്നെ എന്താണ്, അവോയ്ഡ് ഹാംഫുൾ കെമിക്കൽസ് ഒക്കെ കുറച്ചുള്ള രീതിക്കുള്ള ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേസ്റ്റ് റിഡക്ഷൻ, യൂസ് ഡിവൈസ് ഫോർ എ ലോങ്ങർ ടൈം. നമുക്കൊരു ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലോങ്ങർ ടൈമിന് വേണ്ടി അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് അത് ഇല്ലാതാക്കി കളയാതെ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കൊണ്ടുപോയി കളയുന്ന ഒരു അവസ്ഥ വരുത്താതെ ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കുക. റിപ്പയർ ആൻഡ് അപ്ഗ്രേഡ് ഇൻസ്റ്റെഡ് ഓഫ് റീപ്ലേസിങ്. ഒരെണ്ണം മാറ്റി അടുത്തത് വാങ്ങുന്നേക്കാൾ നല്ലത് അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പയർ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം. റെസ്പോൺസിബിൾ ഡിസ്പോസ് ഓഫ് ഓൾഡ് ഡിവൈസസ് സേഫ്ലി. വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പഴയ ഡിവൈസസ് ഒക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. സെൻഡ് ഇ വേസ്റ്റ് ടു സർട്ടിഫൈഡ് റീസൈക്ലിംഗ് സെൻറ്റേഴ്സ്. അത് ഈ ഒരു ഇ വേസ്റ്റും കാര്യങ്ങളും റീസൈക്കിൾ ചെയ്യുന്ന സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് റീസൈക്കിൾ ചെയ്യും. ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള റീസൈക്ലിംഗ് സെൻറ്റേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവൈസസൊക്കെ, ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. ഇതൊക്കെയാണ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൽ വരുന്നത്. ഗുഡ് പ്രാക്ടീസസ് ഫോർ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് വായിച്ചു നോക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ LED മോട്ടോഴ്സ് ഉപയോഗിക്കുക, പിന്നെ പ്രിൻ്റൊക്കെ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി, പിന്നെ എന്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ ക്ലീനായിട്ട് അതൊക്കെ വെക്കുക, അങ്ങനത്തെ കുറച്ച് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീയൂസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ലേ ഇ വേസ്റ്റ്. എന്താണ് ഈ ഒരു ഇ വേസ്റ്റ് എന്ന് പറയുന്നത്? ഇലക്ട്രോണിക് വേസ്റ്റ്. അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്താണ് ഈ ഇലക്ട്രോണിക് വേസ്റ്റ്? ഉപയോഗശൂന്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഈ വേസ്റ്റ്. ഉപയോഗശൂന്യമാണെങ്കിൽ അത് വേസ്റ്റാണ്. ആ വേസ്റ്റ് ഇലക്ട്രോണിക് ആണെങ്കിൽ അതിന് ഇ വേസ്റ്റ് എന്ന് പറയാം. ഇ വേസ്റ്റ് മീൻസ് ഓൾഡ്, ബ്രോക്കൺ ഓർ അൺവാണ്ടഡ് ഇലക്ട്രോണിക് ഡിവൈസ്. ബ്രോക്കായതോ, പൊട്ടിപ്പോയതോ, നശിച്ചതോ, ഇല്ലെങ്കിൽ എന്താണ് പഴയതായതോ, ഉപയോഗിക്കാൻ പറ്റാത്തതോ, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസിനെ എല്ലാം വിളിക്കുന്ന കോമൺ നെയിമാണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽസ്, ഫോൺസ്, ടെലിവിഷൻസ്, പ്രിൻറ്റേഴ്സ്, ബാറ്ററീസ് എക്സെട്ര. ഇതൊക്കെ എന്താണ്, ഇ വേസ്റ്റുകളാണ്. ഈ ഇ വേസ്റ്റിൽ ഒരുപാട് വാല്യുബിളായുള്ള മെറ്റീരിയൽസും ഉണ്ട്, ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. നമുക്ക് മെർക്കുറി, പിന്നെ എന്താണ് മറ്റേ ഈ ഒരു ലെഡ് പോലെയുള്ള കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ബാധിക്കുന്ന ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. അതുപോലെ ഒരുപാട് വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്. കോപ്പർ, സിൽവർ, ഗോൾഡൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും. അതൊക്കെ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പൊളിച്ചൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കോപ്പറൊക്കെ കാണാം, കോപ്പർ, സിൽവറൊക്കെ കിട്ടുന്ന കാണാം. ഇതൊക്കെ കൊണ്ടുപോയി നിങ്ങൾ ആക്രിക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല വിലയൊക്കെ കിട്ടും കേട്ടോ. നല്ല വിലയെന്ന് പറയുമ്പോൾ അതിൻ്റെ വില കിട്ടും. അപ്പോൾ നോക്കിയോളൂ, ഇതൊക്കെ ഇ വേസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇഫ് ഇ വേസ്റ്റ് ഈസ് ത്രോൺ എവേ ഇൻ റോങ് വേ ഇറ്റ് ക്യാൻ പൊല്യൂട്ട് സോയിൽ ആൻഡ് വാട്ടർ. നിങ്ങൾ ഈ വേസ്റ്റ് അനാവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വലിച്ചെറിയുകയാണെങ്കിൽ അത് എന്തിനെയൊക്കെയാണ് ബാധിക്കുന്നത്? സോയിലിനെയും അതുപോലെ വാട്ടറിനെയും ഒരുപോലെ ബാധിക്കും. ഇറ്റ് ഹാം ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. അതുപോലെ ഇത് ആർക്ക് ഹാമായിട്ട് മാറും? ആനിമൽസിനും അതുപോലെ ഹ്യൂമൻ ഹെൽത്തിനും അത് ഹാമായിട്ട് മാറും. അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്താണ്, ഈ വേസ്റ്റൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല. പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുക, അവരത് റീസൈക്കിൾ ചെയ്തോളും. അതല്ല എങ്കിൽ
നല്ല രീതിക്ക് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് നന്നായിട്ട് നോക്കി കണ്ട് വാങ്ങുക. ഒരുപാട് വർഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റട്ടെ, അത് ഉപയോഗിക്കാൻ പറ്റട്ടെ. ഉപയോഗശൂന്യമാകുമ്പോഴേക്കും സർട്ടിഫൈഡ് ആയിട്ടുള്ള റീസൈക്ലിംഗ് ഏജൻസിയുടെ കയ്യിൽ കൊടുത്താൽ മതി. അവരത് റീയൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഡിസ്പോസൊക്കെ അവർ തന്നെ ചെയ്തോളും. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയണ്ട. വെറുതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രകൃതിയെ ഇല്ലാതാക്കരുത് കേട്ടോ. അടുത്തത് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. എങ്ങനെയൊക്കെ ഇ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം നോക്കിക്കോളൂ. ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് 2 തരത്തിലുണ്ട്. സേഫ് മെത്തേഡും ഉണ്ട്, അൺസേഫ് മെത്തേഡും ഉണ്ട്. ഡൂ ദിസ് ആണെങ്കിൽ സേഫ് മെത്തേഡാണ്. ഡോൺ ഡൂ ദിസ് ആണെങ്കിൽ എന്താണ്, അൺസേഫ് മെത്തേഡാണ്. സേഫ് മെത്തേഡ് നോക്കിക്കോളൂ. റീയൂസ്, റീസൈക്കിൾ, മാനുഫാക്ചറർ, ടേക്ക് ബാക്ക് പ്രോഗ്രാം. റീയൂസ് എന്ന് വെച്ചാൽ എന്താണ്, ഇഫ് എ ഡിവൈസ് ഈസ് വർക്കിംഗ് ഇറ്റ് ഗീവ്സ് ടു അതർ ഹൂ നീഡ് ഇറ്റ്, വി ക്യാൻ സെൽ ഓർ ഡൊണേറ്റ് ഇറ്റ്. അപ്പോഴെന്താണ് റീയൂസ്. ഇപ്പോൾ എന്താണ്, ഈ ഒരു ഡിവൈസ് വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ്, അത് വർക്കിംഗ് ആണ്. പക്ഷെ നമുക്ക് എന്താണ്, അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ പഴയതായതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റീസെല്ല് ചെയ്യാൻ പറ്റും അല്ലേ. റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് റീയൂസ് ചെയ്യുന്ന മറ്റേ സെക്കൻഡ് ഹാൻഡിനൊക്കെ എടുക്കുന്ന കമ്പനികളും കാര്യങ്ങളും ഉണ്ടല്ലോ, അവർക്ക് കൊടുത്താലും മതി. അതവർ റീയൂസിന് വേണ്ടി ഉപയോഗിച്ചോളും. റീയൂസ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അത് റീസെല് ചെയ്യാൻ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആയിട്ടൊക്കെ അവർ കൊടുത്തോളും. അങ്ങനെ ചെയ്യാം. റീസൈക്കിൾ, സെൻഡ് നോൺ വർക്കിംഗ് ഡിവൈസസ് ടു സർട്ടിഫൈഡ് ഇ വേസ്റ്റ് റീസൈക്ലിംഗ് സെൻറ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അത് ഒട്ടും വർക്കിംഗ് അല്ലാത്തൊരു ഡിവൈസ് ആണെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇ വേസ്റ്റ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, ഇ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, അവർക്കത് അയച്ചു കൊടുക്കാം. അടുത്ത മാനുഫാക്ചറർ ടേക്ക് ബാക്ക് പ്രോഗ്രാം. മെനി കമ്പനീസ് ലൈക്ക് ഡെൽ, HP ആൻഡ് ആപ്പിൾ ടേക്ക് ബാക്ക് ഓൾഡ് ഡിവൈസസ്, ദേ റീസൈക്കിൾ ദം സേഫ്ലി. അപ്പോഴെന്താണ്, ചില കമ്പനീസൊക്കെ ഉണ്ട്, അവരുടെ പ്രോഡക്റ്റ് അവർ തന്നെ എന്ത് ചെയ്യും, എന്താണ് ടേക്ക് ബാക്ക് ചെയ്യും, തിരിച്ചവർ അത് എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായാലോ ഓൾഡ് ആയി കഴിഞ്ഞാലോ അവരെന്ത് ചെയ്യും, അത് തിരിച്ചെടുക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലത്തെ കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഉപയോഗം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യമില്ലാതെ വരുമ്പോഴേക്കും അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൂടെ. നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് വെറുതെ വലിച്ചെറിഞ്ഞില്ലാതാക്കണ്ട. അൺസേഫ് മെത്തേഡ്, ഡോൺ ഡൂ ദിസ് മെത്തേഡ് ഏതൊക്കെയാണ്, ലാൻഡ് ഫില്ലിംഗ്, ബറിങ് എ ഇ വേസ്റ്റ് ഇൻ ഗ്രൗണ്ട് ഇറ്റ് പൊല്യൂട്ട് സോയിൽ ആൻഡ് വാട്ടർ. നമ്മൾ ഈ മണ്ണിലൊക്കെ കുഴിച്ചിടൂലേ, ഈ ചില ഡിവൈസൊക്കെ നമുക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്ക് ഈ പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുന്നില്ല, അതേ കണക്കിന് ഈ എന്ത് ചെയ്യും, ഇവർ ഈ ഡിവൈസസിനെയൊക്കെ കുഴിച്ചു മൂടിയിടും. ഇതെന്താണ്, ഇതൊരിക്കലും മണ്ണിൽ ജീർണിച്ച് പോവില്ല, അത് അവിടെ തന്നെ ഇരുന്ന് മണ്ണിനെയും മനുഷ്യനെയൊക്കെ എന്താണ് ഹാംഫുള്ളായിട്ട് ബാധിക്കും. നമ്മുടെ വെള്ളമൊക്കെ എന്താണ് ഇല്ലാതായി പോകും കേട്ടോ, അതൊക്കെ ഒരു മാലിന്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ലാൻഡ് ഫില്ലിംഗ് ചെയ്യാൻ പാടില്ല, മണ്ണിൽ കുഴിച്ചിടാൻ പാടില്ല. ഇൻസിനറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബേണിംഗ് ഇ വേസ്റ്റ് ഇറ്റ് റിലീസ് ഹാംഫുൾ ഗ്യാസസ് ഇൻ ടു ദ എയർ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വേസ്റ്റ് ഒന്നും ഇലക്ട്രോണിക് ഡിവൈസസിനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എങ്ങനെയാണോ അതേ ഹാംഫുൾ ആയിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, നമ്മുടെ എയറിനെയും ബാധിക്കുന്നത്. ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന ഗ്യാസസ് ഒക്കെ എന്താണ് ഒരുപാട് രീതിയിൽ എന്താണ് ഹെൽത്തിനൊക്കെ ഇഷ്യൂ വരുത്തുന്നതാണ്. ആസിഡ് ബാത്തിങ് എന്ന് വെച്ചാൽ എന്താ, ആസിഡ് ബാത്ത് എന്ന് വെച്ചാൽ എന്താണ്, യൂസ് സ്ട്രോങ് ആസിഡ് ടു ടേക്ക് മെറ്റൽസ് ഫ്രം പാർട്ട്. അപ്പോഴെന്താണ്, ഈ ഒരു ഡിവൈസസിലൊക്കെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മെറ്റൽസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ആസിഡ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ് ടോക്സിക് വാട്ടർ ആൻഡ് പൊല്യൂട്ട് ദ നേച്ചർ. നമ്മുടെ നേച്ചറിനെ പൊല്യൂട്ട് ചെയ്യുകയും അത് വളരെ ഹാമായിട്ട് മാറുകയും ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. സെൻഡിങ് ഇ വേസ്റ്റ് ടു പുവർ കൺട്രീസ് ഇറ്റ് ഹാം പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെൻറ്റ് ദെയർ. അപ്പോഴെന്താണ്, ഇത് ഡെവലപ്പിംഗ് കൺട്രീസിലേക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അത് അവിടുത്തെ ആളുകളുടെ ഹെൽത്തിനെയും എൻവയോൺമെൻറ്റിനെയും ബാധിക്കും. അപ്പോൾ എന്താണ് 4 പോയിൻറ്റ്സ് ഉണ്ട് ഡോൺ ഡൂ ദിസിൽ വരുന്നത്. ഏതൊക്കെയാണ്, ലാൻഡ് ഫില്ലിംഗ്, ഇൻസിനറേഷൻ, ആസിഡ് ബാത്ത്, എക്സ്പോർട്ടിംഗ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. അടുത്തത് ഡൂ ദീസ്, നിങ്ങൾ ഇത് ചെയ്യൂ എന്നാണ് പറയുന്നത്. സേഫ് മെത്തേഡാണ് ഇത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. റീയൂസ് ചെയ്യൂ, റീസൈക്കിൾ ചെയ്യൂ, മാനുഫാക്ചറർ ടേക്ക് ബാക്ക് പ്രോഗ്രാംസ് എടുക്കൂ. ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ഈ ഒരു ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ടോപ്പിക് കൂടി ഉണ്ട്, അതും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും കേട്ടോ. വാട്ട് ഷുഡ് ബി ഡൺ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റീസൈക്കിൾ ഇലക്ട്രോണിക് ഡിവൈസസ് ത്രൂ സർട്ടിഫൈഡ് റീസൈക്കിളേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് റീസൈക്ലിംഗ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, അവരുടെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലക്ട്രോണിക് ഡിവൈസസിനൊക്കെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ഇ വേസ്റ്റ് കുറയ്ക്കാൻ നോക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി, വെറുതെ എന്തിനാണ് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ഇല്ലാതാക്കേണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, വാങ്ങിയാൽ മതി. റിപ്പയർ ഡിവൈസസ് ഇൻസ്റ്റെഡ് ഓഫ് റീപ്ലേസിങ്, നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം ഒരെണ്ണം ഉപയോഗിച്ച് എന്നിട്ട്
മറ്റൊരെണ്ണം വാങ്ങുന്നേക്കാൾ നല്ലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം അത് തന്നെ ചെയ്യുക. യൂസ് ഡ്രോപ്പ് ഓഫ് സെൻറ്റേഴ്സ് ഓർ മാനുഫാക്ചറർ ടേക്ക് ബാക്ക് പ്രോഗ്രാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചറേഴ്സ് തന്നെ അത് തിരിച്ചെടുക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഇത് ഏൽപ്പിക്കാം. എഡ്യൂക്കേറ്റ് പീപ്പിൾ ടു ഹാൻഡിൽ ഇ വേസ്റ്റ് സേഫ്ലി. എങ്ങനെയാണ് ഇ വേസ്റ്റ് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക, അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമ്മുടെ ചാപ്റ്റേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ചാപ്റ്റേഴ്സ് അല്ല, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാച്ച് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് നിങ്ങൾ എല്ലാ ടോപ്പിക്സും കണ്ടു കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ട് എല്ലാ ടോപ്പിക്സും കാണുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ടോപ്പിക്സും കാണുക. കാരണം നമ്മളിതൊരു ഷോർട്ട് നോട്ട് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതല്ലേ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഷോർട്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ടാണിത്. നമ്മൾ ടെക്സ്റ്റിൽ ഒരുപാട് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഏതാണ്, അത് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ടാണ്. ഇതിൽ ചില ടോപ്പിക്സൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള PDF മിസ്സിംഗ് ആയിരിക്കും. ഞാൻ പുതിയ PDF ഈ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയൊരു PDF ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും PDF ഉപയോഗിച്ച് പഠിക്കുക, പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കുക. അത് മൊബൈൽ നോക്കി നിങ്ങൾ പഠിക്കേണ്ട, പ്രിൻ്റ് കയ്യിൽ വെച്ച് വേണം പഠിക്കാനായിട്ട്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെക്കുക, ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. പോയിൻ്റ് വൈസ് ആയിട്ടുള്ള നോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പോയിൻ്റൊക്കെ ഓർത്ത് വെക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുപോലെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസസിലാണ് നമ്മളിത് ഓരോന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കട്ടെ. ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കുന്ന ഒരു വീഡിയോസും അതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടൊക്കെ ആയിട്ട് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് പറയുക. നിങ്ങൾ ഇൻഫോം ചെയ്യുമ്പോൾ അതെനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് അല്ലാതെയും കുറച്ച് ക്ലാസ്സസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യൂട്യൂബിലത്തേക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു ട്യൂഷൻ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ യൂട്യൂബ് ചാനലിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കാണുക. ആർക്കെങ്കിലും ട്യൂഷൻ പോലത്തെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ, ഓൺലൈൻ ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഫീസും എല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിലിടാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ, നിങ്ങൾ ഈ കണ്ട ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ടാറ്റ.